അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പല ഉദ്യോഗസ്ഥന്മാരെ നമുക്കറിയാം. പക്ഷേ നമുക്കറിയാതെ പോയ ഒരു ഉദ്യോഗസ്ഥനുണ്ട്. ആ ഉദ്യോഗസ്ഥനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതാണ്. വിശുദ്ധ ഖുർആൻ നിയോഗിച്ച ഉദ്യോഗസ്ഥനാണ്. ഖുർആനിൽ ആരാണ് സക്കാത്തിൻ്റെ അവകാശികളെന്ന് വിശദീകരിക്കുന്ന ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നമസ് സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹ. സദഖയുടെ അവകാശികൾ ഒന്ന് മിസ്കീന്മാരാണ്, ഫഖീറുമാരാണ്. മൂന്നാമതായി ഖുർആൻ പറഞ്ഞു വൽ ആമിലീന അലൈഹ, സക്കാത്തിന് വേണ്ടി നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരുമാണ്. എന്ന് പറഞ്ഞാൽ നിരന്തരമായി സക്കാത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകൾക്ക് വേണ്ടി നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ. അവർക്ക് ശമ്പളം സക്കാത്തിൻ്റെ ഓഹരിയിൽ നിന്നാണ് നൽകപ്പെടുന്നത്. ഇത്തരമൊരു ഉദ്യോഗസ്ഥനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. നമുക്കറിയാം, മതരംഗത്തും അല്ലാത്ത മേഖലകളിലും പല ഉദ്യോഗസ്ഥന്മാരെയും നമുക്ക് പരിചയമുണ്ട്. പക്ഷേ നമ്മുടെ നാടുകളിൽ സക്കാത്തിൻ്റെ പേരിൽ നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും പലയിടങ്ങളിലും കാണാറില്ല. എന്തുകൊണ്ട്? സക്കാത്ത് ഉദ്യോഗസ്ഥൻ നമ്മൾ കാണാത്തത് എന്തുകൊണ്ട്? പള്ളിയിലെ ബാങ്കുലി മുഴക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെടുന്ന മുഅദ്ദിൻ എന്ന തസ്തിക പലപ്പോഴും നമ്മുടെ പള്ളികളിൽ നിലനിർത്തി പോരുന്നുണ്ട്. ഖുതുബക്ക് വേണ്ടി നിയോഗിക്കപ്പെടുന്ന ഖതീബ് എന്ന ഉദ്യോഗസ്ഥൻ നമ്മുടെ മസ്ജിദുകളിലും മഹല്ലുകളിലും നിലനിന്നു പോരുന്നുണ്ട്. ഇമാം തസ്തികകൾ നമ്മുടെ നാട്ടിൽ നിലനിന്നു പോരുന്നുണ്ട്. പക്ഷേ ഈ തസ്തികകളൊന്നും വിശുദ്ധ ഖുർആനിൽ കാണാൻ നമുക്ക് സാധ്യമല്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു തസ്തിക, അത് സക്കാത്തിന് വേണ്ടി നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ്. 24 മണിക്കൂറും അഥവാ എല്ലാ ദിവസവും നിരന്തരമായി സക്കാത്തിൻ്റെ കണക്കെടുപ്പിനും സക്കാത്തിൻ്റെ സെൻസസും സക്കാത്തിൻ്റെ ഓഹരികളുമൊക്കെ സ്വീകരിച്ചുകൊണ്ട് നിരന്തരമായി പ്രവർത്തിക്കേണ്ടി വരുന്ന ഉദ്യോഗസ്ഥന്മാർ. ആ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. പക്ഷേ ആ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നാട്ടിൽ ഇല്ലാതെ പോയത് സക്കാത്ത് എന്ന സംവിധാനം നമ്മുടെ നാട്ടിൽ മെല്ലെ മെല്ലെ നീങ്ങിപ്പോയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇസ്ലാമിക സ്തംഭങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള സക്കാത്ത് എന്ന സംവിധാനം, ആ സംവിധാനത്തിൻ്റെ കൃത്യമായ നിലനിൽപ്പിന് വേണ്ടി ഈ സമൂഹം മുന്നോട്ട് വരികയും സമൂഹത്തിൽ സക്കാത്ത് നൽകേണ്ടവർ, കൊടുക്കേണ്ടവർ കൃത്യമായി സക്കാത്ത് നൽകുകയും സക്കാത്തിന് അർഹരായ ആളുകളിലേക്ക് കൃത്യമായി അത് എത്തിക്കുകയും ചെയ്യുന്ന സംവിധാനമുണ്ടായാൽ വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞ ആ ഉദ്യോഗസ്ഥനെ നമ്മുടെ മഹല്ലുകളിൽ നിർബന്ധമായും നമുക്ക് നിയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ഓരോ മഹല്ല് നിവാസികളും ഇസ്ലാമിക സമൂഹത്തിൻ്റെ അടിസ്ഥാന സ്തംഭമായ ഇസ്ലാം കാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ എടുത്തു പറയുന്ന നിസ്കാരത്തോടൊപ്പം അല്ലാഹു ആവർത്തിച്ച് പ്രഖ്യാപിച്ച അഖീമുസ്സല വആതു സക്ക, നിങ്ങൾ നിസ്കരിക്കുകയും നിങ്ങൾ സക്കാത്ത് നൽകുകയെന്നു ആവർത്തിച്ച് ഖുർആൻ പ്രഖ്യാപിച്ച വിശുദ്ധ ദീനിൻ്റെ ആ സ്തംഭത്തെ നമ്മുടെ സമൂഹത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പരിശ്രമിക്കണം. അത് ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന്, ഈ നാടിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.